മൂലം ചമ്പക്കുളം ജലോത്സവത്തിൽ രാജപ്രമുഖൻ ട്രോഫി ചെറുതന പുത്തൻ ചുണ്ടന്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ചെറുതന പുത്തൻ ചുണ്ടൻ തുഴഞ്ഞിരിക്കുന്നത്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത്. ദേവൻ എം പിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, ആവേശകരമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നത്. എന്തായാലും വള്ളംകളി ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ മൂലം ചമ്പക്കുളം ജലോത്സവത്തിലൂടെ തന്നെ. ഇന്നത്തെ മത്സരം എത്രമാത്രം ആവേശകരമായിരുന്നു? സ്വാതി, മണിക്കൂറുകൾ നീണ്ടുനിന്ന ആവേശത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത്തവണത്തെ 2025 രാജപ്രമുഖൻ ട്രോഫിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ മുത്തമണിഞ്ഞിരിക്കുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു മുന്നേറ്റം തന്നെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നടത്തിയത്. കഴിഞ്ഞ തുടർച്ചയായി 5 നെഹ്റു ട്രോഫിയും 4 CBL കിരീടവും നേടി തുടർച്ചയായ ഹാട്രിക് വിജയങ്ങൾ തേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോട്ട് ക്ലബ്ബാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അവർ തന്നെ ഇത്തവണത്തെ 2025 രാജപ്രമുഖൻ ട്രോഫി, പ്രസിദ്ധമായ മൂലച്ചമ്പക്കുളം വള്ളംകളിയുടെ രാജപ്രമുഖൻ ട്രോഫിക്കും അർഹരായിരിക്കുന്നു. 2ാം സ്ഥാനം ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടനും കരസ്ഥമാക്കി. 3ാം സ്ഥാനം നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആയാപ്പറമ്പ് വലിയ ദിവാൻസിയും കരസ്ഥമാക്കിക്കൊണ്ട് ഇത്തവണത്തെ മൂലം ചമ്പക്കുളം ജലോത്സവത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു. മറ്റ് മത്സരങ്ങളിൽ വെയ്പ്പ് വള്ളങ്ങളിൽ ഗ്രേഡ് എയിൽ നവജ്യോതി വിജയിയായപ്പോൾ വെയ്പ്പ് ബി ഗ്രേഡ് മത്സരത്തിൽ PG കരിപ്പുഴ വിജയിയായിരിക്കുന്നു. ഒപ്പം തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ ആയാപ്പറമ്പ് പാണ്ഡി വിജയ്, അതായത് വള്ളംകളിയുടെ വിജയികളുടെ ചരിത്രത്തിൽ വലിയ ചരിത്രമുള്ള UBC കൈനഗിരി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആയാപ്പറമ്പ് പാണ്ഡിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിലും വിജയിയായിരിക്കുന്നത്. അങ്ങനെ ഇത്തവണത്തെ മൂലം ചമ്പക്കുളം ജലോത്സവത്തിന് പരിസമാപ്തിയായപ്പോൾ 2025 രാജപ്രമുഖൻ ട്രോഫിക്ക് ചെറുതന പുത്തൻ ചുണ്ടൻ PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ വിജയികളായിരിക്കുന്നു. കുട്ടനാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ടുനിന്ന വള്ളംകളിയുടെ ആവേശത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു. നാടൊട്ടാകെ ഈ ഒരു ജലോത്സവത്തിനായി ഇവിടെ പമ്പയാറ്റിന്റെ ഇരുകരകളിലും അണിനിരക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ ഈ ഉച്ച മുതൽ തന്നെ നമുക്കിവിടെ കാണാനുണ്ടായിരുന്നു. എന്തായാലും ആവേശകരമായിട്ടുള്ള ജലോത്സവം പൂർത്തിയായിരിക്കുകയാണ്. മൂലം ചമ്പക്കുളം ജലോത്സവത്തിൽ രാജപ്രമുഖൻ ട്രോഫി ചെറുതന പുത്തൻ ചുണ്ടനാണ് ലഭിച്ചത്.